ചെറുപുഴ ഗ്രാമപഞ്ചായത്ത്, പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രം, മെയിൻ സെന്റർ ജനകീയ ആരോഗ്യ കേന്ദ്രം, ആയുഷ്മാൻ ആരോഗ്യ മന്ദിറിനു വേണ്ടി ഹെൽത്ത് ഗ്രാന്റ് ഉപയോഗിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ നിർവഹിച്ചു. പുളിങ്ങോം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അരുൺ അഭിലാഷ് സ്വാഗതവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ അധ്യക്ഷതയും വഹിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ M ബാലകൃഷ്ണൻ, KK ജോയി, ഷാൻഡി കലാധരൻ, പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ AC പൗലോസ്, വാർഡ് മെമ്പർമാരായ CBM തോമസ്, സജിനി മോഹൻ, മാത്യു കാരിത്താങ്കൽ, ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷരീഫ്, സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ മറ്റു പ്രമുഖർ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി ബിറ്റാജ് തോമസ് നന്ദി രേഖപ്പെടുത്തി. ജനകീയ ആരോഗ്യ കേന്ദ്രം എന്നറിയപ്പെടുന്ന സബ് സെന്റർ ഇപ്പം പുനർനാമകരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന ഈ ആശുപത്രിക്ക് 10 സബ് സെന്ററുകളാണ് ഉള്ളത്. ഒരു സബ് സെന്ററിൽ ലഭിക്കുന്ന സേവനങ്ങൾ ഒരു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ, ഒരു ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ്, ഒരു MLSP അഥവാ മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ, ഈ 3 ആൾക്കാരുടെ സർവീസ് ഒരു സബ് സെന്ററിൽ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സബ് സെന്ററിൽ 36ഓളം മരുന്നുകൾ ലഭ്യമാണ്, 6ഓളം ലാബ് ടെസ്റ്റുകൾ ലഭ്യമാണ്. ജീവിതശൈലി രോഗനിർണയ ക്യാമ്പുകൾ, ക്യാൻസർ സ്ക്രീനിംഗ്, ഇമ്മ്യൂണൈസേഷൻ, ഗർഭിണികൾക്കുള്ള സേവനങ്ങൾ തുടങ്ങി ഹെൽത്ത് സർവേ തുടങ്ങി പല സർവീസുകളും ഗവൺമെന്റിന്റെ പല പബ്ലിക് ഹെൽത്ത് ആക്ടിവിറ്റീസും സബ് സെന്റർ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. ഇവിടെ ഈ മെയിൻ സെന്റർ 15ാം ഫിനാൻസ് കമ്മിറ്റിയുടെ ഹെൽത്ത് ഗ്രാന്റ് 55 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പണിതിരിക്കുന്നത്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രത്തോടനുബന്ധിച്ച് 4-5 വാർഡുകളിലെ ജനങ്ങൾക്ക് ആരോഗ്യ സേവനങ്ങൾ നൽകുന്നതിന് 6ാം വാർഡിന്റെ ചെറിയ ഭാഗം കൂടി അതിന് ഉൾപ്പെട്ടിട്ടുണ്ട്. ആരോഗ്യ സേവനങ്ങൾ നൽകുന്നതിനായി പുളിങ്ങോത്ത് കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടിരിക്കുക. നാഷണൽ ഹെൽത്ത് മിഷന്റെ 55 ലക്ഷം രൂപ ഫണ്ട് ലഭ്യമായതിനെ തുടർന്ന് പഞ്ചായത്തിന്റെ മേൽനോട്ടത്തിൽ തന്നെ നല്ല ഭംഗിയായി പൂർത്തീകരിച്ച ഈ കെട്ടിടം, ആ കെട്ടിടത്തിലൂടെ നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് വളരെയധികം സേവനങ്ങൾ ലഭ്യമാകുന്നതിന് സാധിക്കും. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ആശുപത്രികളും അതുപോലെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും എല്ലാം വളരെ മികച്ച രീതിയിൽ ജനങ്ങൾക്ക് സേവനം നൽകുന്ന ഒരു സംവിധാനമായി വളർന്നിരിക്കുന്നു. 3-4 ആംഗിളിലൂടെ നമുക്ക് ഈ പുളിങ്ങോം ആശുപത്രിയുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്താൻ വേണ്ടി കഴിയും. അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ നമ്മൾ വളരെയേറെ മുന്നോട്ട് പോയിട്ടുണ്ട്. 10 സബ് സെന്ററുകളുള്ളതിൽ 7 സബ് സെന്ററുകൾക്ക് റിനോവേഷൻ നടന്നിട്ടുണ്ട്. സബ് സെന്റർ ബിൽഡിങ്ങുകൾ ഇവിടെ പുളിങ്ങോത്ത് മെയിൻ സെന്റർ ബിൽഡിംഗ് ഇപ്പോൾ ഇന്ന് ഉദ്ഘാടനം ചെയ്തു. പ്രാപ്പൊയിലെ സബ് സെന്ററിന്റെ ഇതേപോലെയുള്ള 55 ലക്ഷം രൂപയുടെ കെട്ടിടം കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട പയ്യന്നൂർ MLA ശ്രീ TI മധുസൂദൻ അവർകൾ അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി. ഇത് പൂർത്തിയാവുകയും അത് നിർമ്മാണോദ്ഘാടനമായി മാറുകയും ചെയ്തതിന്റെ പിന്നിലൊരു കാര്യമുണ്ട്. അത് നമുക്ക് പണി കഴിപ്പിക്കേണ്ട സ്ഥലത്ത് കുറച്ച് മരങ്ങളുണ്ടായിരുന്നു. വില കൂടിയ മരങ്ങളും വില കുറഞ്ഞ മരങ്ങളുമായി കുറച്ച് മരങ്ങളുണ്ടായിരുന്നു. ആ മരങ്ങൾ മുറിച്ചു മാറ്റിയാൽ മാത്രമേ അവിടെ കെട്ടിടം പണി ആരംഭിക്കാൻ വേണ്ടി പറ്റുള്ളൂ. പഞ്ചായത്തിന്റെ അധീനതയിലുള്ള സ്ഥലമാണെങ്കിലും മരം മുറിച്ചു മാറ്റുന്നതിന് പഞ്ചായത്തിന് സ്വതന്ത്രമായി ചെയ്യാൻ കഴിയില്ല. അതിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വിവിധ ഘട്ടങ്ങളിലായുള്ള അനുമതി ആവശ്യമാണ്. അവരതിന്റെ ഒരു വില നിശ്ചയിക്കും. നമ്മൾ ആ വിലയ്ക്ക് ലേലം ചെയ്യണം. അവർ നിശ്ചയിക്കുന്ന വിലയ്ക്ക് സാധാരണഗതിയിൽ ഒരിക്കലും ഒരു സ്ഥലത്തും മരം ലേലം ചെയ്തു പോയതായിട്ട് എനിക്കറിവില്ല. പിന്നെ 2-3 തവണ ലേലം ചെയ്ത് 3 തവണ ലേലം ചെയ്തിട്ടും അവരുദ്ദേശിക്കുന്ന വില എത്താത്തതുകൊണ്ട് പ്രത്യേക അപേക്ഷ കൊടുത്ത് ദർശിച്ച് മരങ്ങളൊക്കെ നോക്കി അവസാന വിലയ്ക്ക് ഉറപ്പിക്കാൻ സമ്മതിച്ചുകൊണ്ടാണ് അത് മുറിക്കാൻ വേണ്ടി പറ്റിയത്. അത് മുറിച്ച് ശരിക്കും പറഞ്ഞാല് കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു നിർമ്മാണോദ്ഘാടനം. വെള്ളിയാഴ്ചയാണ് മരം മുറിക്കാൻ വേണ്ടി കഴിഞ്ഞത്. അതാണ്. അല്ലെങ്കിൽ അതും ഈ ഒപ്പം തന്നെ നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നു. മറ്റൊന്ന്, ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ഓട്ടോമേറ്റഡ് ലാബ്, ആ ലാബ് സൗകര്യമുള്ളത്
ആ ലാബ് സൗകര്യം ഉണ്ട് എന്നുള്ളത് കൊണ്ട് ലാബ് ഉണ്ട് എന്നുള്ളത് മാത്രമല്ല, ആ ലാബിൽ പ്രധാനപ്പെട്ട എല്ലാ പരിശോധനകളും നടത്തുന്നുണ്ട് എന്നത് മാത്രമല്ല, അത് നമ്മളുടെ കോർപ്പറേറ്റ് ആശുപത്രികളിലെ ലാബുകളിൽ പരിശോധിക്കുന്നതിന്റെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അതിന്റെ 1/3 വിരൽത്തുമ്പുകൾ കൊണ്ട് മാസ്മരിക വർണ്ണപ്രപഞ്ചം സൃഷ്ടിക്കുന്ന മികച്ച കമ്പനികളുടെ മികവേറിയ മൊബൈലുകളുമായി ചെറുപുഴയിൽ മൊബൈൽ ഫോണുകളുടെ വിസ്മയ ലോകം തീർത്ത് ഐപാക്സ് മൊബൈൽ, ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക്, മേലെ ബസാർ, ചെറുപുഴ. മൊബൈൽസ് ആൻഡ് ലാപ്ടോപ്പ് സർവീസസ്, ഐഫോൺ ആൻഡ് ആൻഡ്രോയിഡ് കളക്ഷൻസ്, ഐഫോൺ ഐപാഡ് സർവീസ് സ്പെഷ്യലിസ്റ്റ്, smartphone and laptop services. Our services: fast service, display service, battery service, live service. ഐപാക്സ്, ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക്, മേലെ ബസാർ, ചെറുപുഴ. ഞങ്ങളുടെ ബ്രാഞ്ച് സിറ്റി സെന്റർ, ഇരിട്ടി. ഐപാക്സ് മൊബൈൽ, മേലെ ബസാർ, ചെറുപുഴ. മൊബൈൽ നമ്പർ 7907799505. ഐപാക്സ് മൊബൈൽ, ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക്, മേലെ ബസാർ, ചെറുപുഴ.